ഹായ് ഫ്രണ്ട്സ്, ടെക്നോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. അരിപ്പൊടി കൊണ്ടുള്ള ഒരു വടയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ടും കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ തരണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ റെഡിയാക്കുകയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് ഇത് മിക്സ് ചെയ്യണം. 1 കപ്പ് തൈര്, ഇത് 250 മില്ലിയുടെ കപ്പളവാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നമ്മൾ നന്നായി തിക്കാക്കി എടുക്കണം. നമ്മളെ പത്തിരിയുടെ പൊടിയൊക്കെ പോലെ എടുക്കണം. അപ്പോൾ നമ്മളെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിനാവശ്യം. നമ്മളിത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതുപോലെ കയ്യിൽ എണ്ണ നന്നായി തടവി ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു വട ഷേപ്പിലാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. നമ്മൾ അരിപ്പൊടി വട അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക.
പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തായാലും പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.